Welcome to MrUnbox and Travel. This is Huawei Nova Y70. Huawei latest smartphone. This smartphone in unboxing വിശേഷങ്ങളും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു സ്മാർട്ട്ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റു ചില സ്മാർട്ട്ഫോണിൽ കാണാത്ത തരത്തിലുള്ള വാറണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ ബോക്സിനകത്ത് വരുന്നത്. ഒരു സിം ഇജക്ടർ ടൂൾ ഉണ്ട്, 22.5 വാട്ടിൻ്റെ ചാർജറാണ് ഈ ഒരു സ്മാർട്ട്ഫോണിനൊപ്പം ലഭിക്കുന്നത്. ടൈപ്പ് എ ടു ടൈപ്പ് സി ചാർജിങ് കേബിൾ ഉണ്ട്, ഒരു ട്രാൻസ്പെറൻറ്റ് GPU കേസ്, പിന്നീട് നമ്മുടെ സ്മാർട്ട്ഫോൺ ആയിട്ടുള്ള Huawei Nova Y70 ഇയർഫോൺ ഈ ഒരു സ്മാർട്ട്ഫോണിനൊപ്പം ലഭിച്ചിട്ടില്ല. 3 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട്ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ളത് ക്രിസ്റ്റൽ ബ്ലൂ എന്ന് പറയുന്ന കളറാണ്, അതുകൂടാതെ തന്നെ പേൾ വൈറ്റും മിഡ് നൈറ്റ് ബ്ലാക്കും. നോവ Y70യുടെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ പിറകിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, ഗ്ലോസി ഫിനിഷാണ്. അതുകൊണ്ട് തന്നെ സ്മഡ്ജസും ഡസ്റ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട്. 3 ക്യാമറയാണ് പിറകിൽ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ക്യാമറ മൊഡ്യൂൾ തന്നെ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. 8.98 mm, അതായത് 9 mm ആണ് ഇതിൻ്റെ ബോഡി തിക്നെസ്. 199 gram ആണ് ഇതിൻ്റെ ബോഡി വെയിറ്റ്. ഒരു അത്യാവശ്യം ഒരു വലുപ്പത്തോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇത്തിരി ഹെവി ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. റൈറ്റ് സൈഡിലാണ് നമുക്കിവിടെ ഫിംഗർ പ്രിന്റ് സ്കാനറോട് കൂടിയിട്ടുള്ള പവർ ബട്ടണും വോളിയം റോക്കേഴ്സും കാണുക. അതുപോലെ തന്നെ മുകൾ വശത്തായിട്ടൊരു എക്സ്റ്റേണൽ മൈക്ക്. ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹൈബ്രിഡ് സ്ലോട്ടാണ്. ഒരേ സമയം 2 നാനോ സിം കാർഡ് അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡ്, മെമ്മറി കാർഡ് എന്നുള്ള രീതിയിൽ. 3.5 mm ഹെഡ്ഫോൺ ജാക്ക്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ മൈക്ക്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രിൽ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് താഴ്വശത്ത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഓവറോൾ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്ന ഒരു ഡിസൈനാണ് എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഡിസ്പ്ലേയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ 6.75 ഇഞ്ചിൻ്റെ TFT LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. HD+ ആണ് റെസൊല്യൂഷന്. 260 പിക്സൽ പെർ ഇഞ്ചാണ് ഇതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. TFT LCD ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ വലിയൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ നമുക്കിതിൽ കാണാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ കളേഴ്സിൻ്റെ ഒക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വിവിധ ആംഗിളിൽ ചെറിയ രീതിയിലുള്ള കളർ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഓക്കെ ലെവൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ഡിസ്പ്ലേ ആയിട്ടാണ് എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. Huaweiയുടെ തന്നെ പ്രൊസസ്സർ ആയിട്ടുള്ള Kirin 710 ആണ് പ്രൊസസ്സർ വരുന്നത്. ഒക്ടാ കോറിൽ 2 GHz ആണ് ക്ലോക്ക് സ്പീഡ്. GPU നോക്കുകയാണെങ്കിൽ Mali G51 ആണ് GPU വരുന്നത്. ഇപ്പോൾ ഈ ഒരു 10 ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ പറയത്തക്ക രീതിയിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു നോർമൽ യൂസറെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ വലിയ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു പ്രൊസസ്സറിലും GPUയിലും കാണാൻ സാധിച്ചിട്ടില്ല. സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലാണ് ഒരുപാട് ആളുകൾക്ക് പല സംശയമുള്ളത്. GMS അഥവാ ഗൂഗിൾ മൊബൈൽ സർവീസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വർക്ക് ചെയ്യുന്നതാണ് ഒരുപാട് ആളുകൾ സംശയം. നിലവിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ നമുക്കിതിനെ പരിഗണിക്കാനും പറ്റില്ല. മറിച്ച് ഇവരുടെ EMA വേർഷൻ ആയിട്ടുള്ള 12.0 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആപ്സും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇവരുടെ ആപ്പ് ഗാലറി വഴിയാണ്. നമ്മുടെ പ്ലേ സ്റ്റോറിലുള്ള ഒരു 95% ആപ്ലിക്കേഷൻ ഇപ്പോൾ നിലവിൽ ആപ്പ് ഗാലറിയിൽ ലഭ്യമായിട്ടുണ്ട്. ആപ്പ് ഗാലറി കൂടാതെ തന്നെ നമുക്ക് അറോറ സ്റ്റോർ, പെറ്റൽ സെർച്ച്, അതുപോലെ തന്നെ G-Space തുടങ്ങിയിട്ടുള്ള മറ്റുള്ള ആപ്ലിക്കേഷൻ വഴി നമുക്ക് ആപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിലവിൽ ഒരുവിധം ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ലഭ്യമാണെങ്കിലും ഗൂഗിൾ ഡിയോ, അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഗൂഗിൾ പേ തുടങ്ങിയിട്ടുള്ള ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും Huawei യൂസർ ഉണ്ടെങ്കിൽ ഏതൊക്കെ ആപ്ലിക്കേഷനാണ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ വർക്ക് ചെയ്യാത്തുള്ള കാര്യം ഒന്ന് ദയവ് ചെയ്തൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അത്തരത്തിലുള്ളതാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്നതാണ്. എങ്കിലും Huaweiയുടെ ആ ഒരു 2 വർഷം മുമ്പുള്ള അത്തരത്തിലുള്ള ആ ഒരു ആപ്ലിക്കേഷൻ്റെ ലഭ്യത കുറവിനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരുവിധം നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ആപ്പ് ഗാലറിയിൽ ലഭ്യമാണ്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. എത്രത്തോളം ഫാസ്റ്റായിട്ട് ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഫിംഗർ ലോക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫാസ്റ്റായിട്ടും ആക്യുറേറ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്താൽ ഫേസ് ലോക്ക് ഒരു അല്പം ലാഗോട് കൂടിയിട്ടാണെങ്കിലും ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കാണാൻ സാധിച്ചിട്ടുണ്ട്. സിംഗിൾ സ്പീക്കറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സിംഗിൾ സ്പീക്കർ ആണെങ്കിലും അത്യാവശ്യം ലൗഡി ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ഡീസൻറ്റ് സ്പീക്കർ ക്വാളിറ്റിയാണ് എനിക്ക് കേൾക്കാൻ സാധിച്ചത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ബാറ്ററി ലൈഫ് തന്നെയാണ്. 6000 mAh ബാറ്ററിയാണ് വരുന്നത്. 22.5 വാട്ടിൻ്റെ ചാർജറാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനൊപ്പം ലഭിക്കുന്നത്.
നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ പോലും ഒരു ദിവസത്തിന് മുകളിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ബാറ്ററി ലൈഫ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നോർമൽ യൂസർ ആണെങ്കിൽ 2 ദിവസത്തോളം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു 10 ദിവസം യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ എനിക്ക് മിക്ക സമയത്ത് 2 ദിവസത്തിന് മുകളിൽ എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ബാറ്ററി ലൈഫ് ലഭിച്ചിട്ടുണ്ട്. ഗെയിമിംഗ് പെർഫോമൻസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഗെയിമിങ്ങിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ആളാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങളെ നിരാശപ്പെടുത്തിയേക്കാം. കാരണം അത്ര വലിയ രീതിയിലുള്ള ഒരു ഗ്രാഫിക് പെർഫോമൻസോ അല്ലെങ്കിൽ ഒരു സ്മൂത്ത്നെസ്സോ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കേണ്ട. അതല്ലാതെ മറിച്ച് നിങ്ങളൊരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫൺ എന്നുള്ള രീതിയിൽ വല്ലപ്പോഴും ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ കളിക്കുന്നതാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങളെ നിരാശപ്പെടുത്തുകയുമില്ല. 3 ക്യാമറയാണ് പിറകിൽ വരുന്നത്. 48 മെഗാ പിക്സലിൻ്റെ മെയിൻ ലെൻസും 5 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറാണ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് നിങ്ങളോട് പറയാനുള്ളത്. അതായത് ഈ ഒരു ഫോട്ടോസ് നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണുകയാണെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ട. അതല്ല, ഈ ഒരു സെയിം ഫോട്ടോസ് നമ്മൾ മറ്റ് സ്മാർട്ട് ഫോണിൽ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഷെയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അത്യാവശ്യം ഷാർപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോയാണ് കാണുന്നത്. എസ്പെഷ്യലി ഡേലൈറ്റ് പെർഫോമൻസ് അത് തന്നെ മെയിൻ ക്യാമറയിലും അൾട്രാ വൈഡിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോസ് ലഭിച്ചിട്ടുണ്ട്. മറിച്ച് HDR പെർഫോമൻസ് അല്ലെങ്കിൽ നൈറ്റ് പെർഫോമൻസ് ഒക്കെ നമുക്ക് ഓക്കെ ലെവൽ പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് ഇതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. സെൽഫിയുടെ കാര്യം ഇതേപോലെ തന്നെയാണ്. 8 മെഗാ പിക്സലാണ് സെൽഫി ക്യാമറ വരുന്നത്. അത് നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിലെ ഡിസ്പ്ലേയിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു വലിയ രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഒന്നും കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മറ്റ് കുറച്ചും കൂടി ഹൈ എൻഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണിലൊക്കെയാണ് കാണുന്നതെങ്കിൽ നല്ല രീതിയിലുള്ള ഷാർപ്പായിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ട് നമുക്കിതിൽ കാണാൻ സാധിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു ഫോട്ടോസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വെച്ച് കാണുകയാണെങ്കിൽ നമുക്കൊരു ഓക്കെ ലെവൽ പെർഫോമൻസ് ആയിട്ടും അതല്ല മറ്റ് സ്മാർട്ട് ഫോണുകളിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫോട്ടോസിനെ വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിലുള്ളൊരു ഫോട്ടോ ഔട്ട്പുട്ട് ക്വാളിറ്റി ആയിട്ടാണ് എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. Huawei Nova Y70 എടുക്കുന്ന വീഡിയോ ഫുട്ടേജാണിത്. ഫുൾ HD 60 ഫ്രെയിം പെർ സെക്കൻഡാണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. ഒരല്പം ഷേക്കിങ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കളറാണ് നമുക്കിതിൽ കാണാൻ സാധിച്ചത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 4GB + 128-ന് 699 ഖത്തർ റിയാലാണ്. ഏകദേശം ഇന്ത്യയുടെ 14,000 രൂപയാണ് വില വരുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വാറണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട 1-2 പ്രത്യേകതകൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനുണ്ടെന്നുള്ളത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നോർമലി ഒരു സ്മാർട്ട് ഫോണിന് 1 വർഷമാണ് വാറണ്ടി ലഭിക്കുന്നെങ്കിൽ ഇതിന് ലഭിക്കുന്ന വാറണ്ടി എന്ന് പറയുന്നത് 12+3 ആണ്. 1 വർഷവും 3 മാസവും നമുക്കിതിൻ്റെ വാറണ്ടി ലഭിക്കും. അതോടൊപ്പം തന്നെ ഓൾ ഓവർ GCC, ഈജിപ്ത്, ഇന്ത്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ നമുക്ക് ഈ ഒരു വാറണ്ടി ക്ലെയിം ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എവിടെ നിന്ന് സ്മാർട്ട് ഫോൺ വാങ്ങിയാലും GCCയിൽ ഏത് രാജ്യത്തു നിന്നും അതുപോലെ തന്നെ ഇന്ത്യയിലും ഈജിപ്തിലും നമുക്ക് ഇതിൻ്റെ വാറണ്ടി ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ ഈ ഒരു Huawei Nova Y70യുടെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് ദയവ് ചെയ്തൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാ ബെല്ലൈക്കും കൂടി അമർത്തുക. മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.